കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സുനന്ദയും അതുപോലെ തന്നെ നിധിയും കൂടെ അമ്പലത്തിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് പറയുന്നുണ്ട്, കണ്ണടച്ചാൽ സുഭാഷേട്ടൻ്റെ മുഖമാണ്, എന്ത് ചെയ്യാമെന്ന് എനിക്കൊരു ഒന്നും മനസ്സിലാവണില്ല എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവനാൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം അവനാൻ തന്നെ തീരുമാനം എടുക്കണം എന്ന് പറയും. സാരില്ല പോട്ടെ നിധി, എൻ്റെ വിധി ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും. അമ്മ അപ്പുറത്തുണ്ട്, ഞാൻ പോട്ടെ, ഇനി നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്, ഇനി ഇഷ്ടക്കുറവ് വരും എന്ന് പറഞ്ഞ് സുനന്ദ അങ്ങോട്ട് തിരിയുമ്പോഴത്തേനും അമ്മ അങ്ങോട്ട് വരും. കമല നമ്മുടെ നിധിയോട് ചോദിക്കുന്നത്, എൻ്റെ മോളുടെ മനസ്സ് മാറ്റാനുണ്ട് ഇതിൻ്റെ തീരുമാനം എന്ന് ചോദിക്കും. നിങ്ങളുടെ മോളെ മനസ്സ് ഞാൻ എന്തിനാ മാറ്റണേ? അവളുടെ മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുക്കാനുള്ള ശക്തി അവൾക്കില്ല. അതാണ് അവളുടെ ജീവിതത്തിലെ പോരായ്മയും. പിന്നെ ഞങ്ങളൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു, സംസാരിക്കാൻ നിങ്ങളെ വീട്ടിൽ വന്നു, നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ആ ചാപ്റ്റർ അവിടെ വെച്ച് അവസാനിച്ചു. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. നീ വല്ലാണ്ട് വർത്താനം പറയണ്ടേ, നീ ആരെന്ന് എനിക്ക് അറിയാടി എന്നൊക്കെ പറയും. നീ ആ വീട്ടിലല്ലടി കഴിയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ വീടിന് എന്താ കുഴപ്പം? ആ വീടിന് ഒരു കുഴപ്പമില്ല, ആ വീട്ടിലുള്ളവർ നിങ്ങളെ വീട്ടിലുള്ളവരെക്കാളൊക്കെ 100 മടങ്ങ് ഭേദമെന്ന് പറയും. ഓ നീ ഇനിയിപ്പോൾ എന്നെ അവരെല്ലാം പറഞ്ഞാൽ നീ എന്നെ മുക്കി കയറ്റോടി എന്ന് വയ്ക്കും. നിൻ്റെ കൊലപാതക അമ്മായിപ്പനെയും കൊണ്ട് തന്നെ തല്ലാൻ വരുമോടി എന്ന് പറയും. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും. എൻ്റെ വീട്ടിലുള്ളവർ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർ നല്ലവരാണെന്ന് എനിക്കറിയാം, ഇത്രയും നാളത്തെ അവിടെ താമസിച്ചവൻ്റെ അനുഭവത്തിൽ പറയുന്നു. എന്തായാലും നിങ്ങളെക്കാളും 100 ഭേദമാണെന്ന് പറയും. എന്നിട്ട് പറയും, ഇനി നീ അനാവശ്യമായിട്ട് എൻ്റെ മോളെ മനസ്സ് വിഷമിപ്പിക്കാനൊക്കെ എന്ത് കുത്തി നോവിക്കരുത്, എൻ്റെ മോളെ പറഞ്ഞ് തിരുത്തിക്കാനൊക്കെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ നിധി പറയും, ഇനി മേലിൽ നിങ്ങളുടെ അക്ഷരം എന്നോട് മിണ്ടിപ്പോകരുത്, ഞാൻ വരുന്നത് നിങ്ങളെ മോളെ മനസ്സ് മാറ്റാനല്ല, ഞാൻ വരുന്നത് അമ്പലത്തിലിരിക്കുന്നത് നിങ്ങളെ പോലെ തന്നെ എന്ന് പറയും. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ വായിൽ നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ച് അനാവശ്യമായ ഒരു വാക്ക് വീണിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നിധി പോകും. പിന്നെ കാണിക്കുന്നത് സുഭാഷിനെ, സുഭാഷിനെ സുധീഷിനൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ പെണ്ണ് കാണാൻ പോണ കാര്യം. അപ്പോൾ സുഭാഷ് ചേട്ടാ നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാന്ന് പറയും. അപ്പോൾ റെസ്റ്റോറൻറ്റിലോ എന്ന് ചോദിക്കും. അതിനെന്താ, ഒരു കോഫി ഷോപ്പിൽ, അവിടേക്ക് ഞാൻ പെൺകുട്ടി വരാമെന്ന് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ അതൊക്കെ പോരെ മോളെ, ധൃതി ഉണ്ടോ എന്ന് ചോദിക്കും. അത് ധൃതിയൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് കാണാം ചേട്ടാ എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടെ ആരും പോകാൻ സുഭാഷിൻ്റെ കൂടെ നികേഷ് പോകാൻ നിധി പറയും. അപ്പോൾ പറയും, അതെന്താ ഞാൻ പോയാലും ഞാനും കൂടി പോരാന്ന് പറയും. വേണ്ട, നീ പോയി, ചേട്ടൻ പോയിട്ടുണ്ടെങ്കിലേ സുഭാഷ് ചേട്ടൻ ഒന്നും പറയില്ല, ചേട്ടൻ മാത്രം കടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹരീഷ് പറയും. താൻ പോയാൽ ശരിയാവില്ല, താനത് കൊളാക്കി പോരും പറയും. പിന്നെടാ ഞാൻ പോയാൽ എന്താ കുഴപ്പം, ഞാനും കൂടി പോകുമെന്ന് പറയും. അപ്പോൾ നിധി പറയും, നികേഷേ നിൻ്റെ കൂടെ ഞാനും വരാടാന്ന് പറയും. എന്നാൽ പിന്നെ ഒരു കാർ എടുത്ത് ഞാനും പോരാന്ന് പറയും. അങ്ങനെ പറയും, ചേട്ടാ സുഭാഷ് ചേട്ടാ പ്ലീസ് എന്ന് പറയാം. എന്നാൽ ശരി നീയും പോരുമെന്ന് പറയും. അങ്ങനെ ഒരു 4 പേരും കൂടി പോകാൻ തീരുമാനിച്ച് 4 പേരും കൂടി അവിടെ പോകണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നിധിയുടെ അടുത്തിരിക്കാൻ സുധീഷ് ഓടി വരും. പക്ഷേ ഓടി ചെന്ന് നികേഷ് ഇരിക്കും. ആ നികേഷിനോട് പറയുന്നുണ്ടാടാ, നീ തുരപ്പനുണ്ടടാ, നീ സ്വർഗത്തിലെ കട്ടുറുമ്പല്ലടാ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. അതെ ഞാനിങ്ങനെ ചെയ്തില്ലെങ്കിലേ ഈ ഏട്ടത്തി വേദിന് മുന്നേ നിങ്ങൾ ഇട്ടിട്ട് പോകുമെന്ന് പറയും. നിങ്ങൾ മിണ്ടാണ്ട് അവിടെ ഇരിക്കാൻ പറയും. അങ്ങനെ സുഭാഷ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളാൻ പറയും. എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോളാൻ നിധിയും പറയും. അങ്ങനെ ചായയുടെ പൈസ നോക്കിയപ്പോൾ 150 രൂപ. നമ്മുടെ സുഭാഷ് ഞെട്ടിപ്പോവും. എന്താ നിധി കേൾക്കണേ, ഒരു ചായക്ക് 150 രൂപയെ, ഇവിടെ എങ്ങനെയാണ് ഏട്ടാന്ന് പറയും. അപ്പോഴത്തേനും ഒരു പെണ്ണും ഒരു ചെക്കനും കൂടെ കയറി വരും. അപ്പോൾ സുഭാഷിനെ കണ്ടപ്പോൾ എന്തോ ഒരു ബന്ധികേട് തോന്നി. ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ടൊരു പെണ്ണ്. അപ്പോൾ നിധി പറയും, ഇത് തന്നെയാണ് പെൺകുട്ടി എന്ന് പറയും. അങ്ങനെ അവർ വിളിച്ചവിടെ ഇരുത്തും. എന്നിട്ട് പറയും, ഇത് സുഭാഷ്, ഇത് സുധീഷ്, ഇത് നികേഷ്, ഇവർ 3 പേരും ബ്രദേഴ്സാണ്, ഞാൻ സുധീഷിൻ്റെ വൈഫ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ആ പെൺകുട്ടിക്ക്. അപ്പോൾ സുധീഷിനത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം, ലഡു പൊട്ടിയ പോലെ മനസ്സിൽ. അങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ആ സമയത്ത് കോഫി പറയട്ടെ എന്ന് പറയും. എന്ന് പറയും. അപ്പോൾ അതാണ് കാര്യം, സുഭാഷ് ചേട്ടനും പെൺകുട്ടിയും കൂടെ അപ്പുറത്ത് ടേബിളിൽ ചെന്നിരുന്ന് സംസാരിച്ചുകൊണ്ട് കോഫി കുടിക്കാൻ പറയും. അപ്പോൾ സുഭാഷും പെൺകുട്ടി എനിക്കുമ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്നോണ്ട് എനിക്കും, അത് നിങ്ങളിവിടെ ഇരിക്കുക, അവർ പോട്ടെ എന്ന് നിധി പറഞ്ഞപ്പോൾ അത് ശരിയാവില്ല, എൻ്റെ ഐശ്വര്യക്ക് ഞാനില്ലാണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയും. ആ പെൺകുട്ടിയുടെ കൈ പിടിച്ച് അതെ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയും കൂടെ പോകും. അപ്പോൾ അവർക്ക് തോന്നി ഇത് ബ്രദറല്ലല്ല, ബ്രദറിനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ. അങ്ങനെ നിധി അവരെ പ്രൊഫൈൽ എടുത്ത് നോക്കും, പറയില്ല ബ്രദർ ഇല്ല, 2 പെൺകുട്ടികളുള്ള, പിന്നെ എന്തെങ്ങനെ ഇതാരെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം തന്നെ സുധീഷ് പോയി കഴിഞ്ഞിട്ട് കോഫി മേടിച്ചുകൊണ്ട് വരുന്ന നിധിക്ക് മറ്റേ ക്യാപ്പിച്ചിനോണ്. അപ്പോൾ അതിൽ ലൗച്ചിനൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്, ഉണ്ടാക്കിച്ചിട്ട് കൊണ്ടുകൊടുക്കും. നികേഷിനെ അത് കണ്ടപ്പോൾ ചിരി വന്നു. പക്ഷേ അതിന് മുന്നേ തന്നെ നിധി അത് നോക്കുക പോലും ചെയ്യാതെ കലക്കി അങ്ങോട്ട് കുടിക്കും. അത് കണ്ടപ്പോൾ നികേഷോട് പൊട്ടിച്ചിരിക്കും. എന്താടാന്ന് ചോദിക്കും നമ്മുടെ നിധി. ഒന്നുമില്ല ഏട്ടത്തി ചായ കുടിച്ചോളാൻ പറയും. അങ്ങനെ സുധീഷ് ആകെ ചമ്മും. അപ്പുറത്തെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഭാഷിനോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് 1 മാസം എത്ര ഇൻകം കിട്ടും എന്നൊക്കെ ചോദിക്കും.
ഇങ്ങെന്ന് പറഞ്ഞാൽ 20,000 രൂപയൊക്കെ കിട്ടുള്ളൂ. അത് പണിയുടെ അനുസരിച്ച് പണിയില്ലെങ്കിൽ കുറയും എന്നൊക്കെ പറയും. നിങ്ങൾ സിനിമയ്ക്ക് പോകാറുണ്ട്? നിങ്ങൾ ഏത് നടനാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ആളെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ സിനിമയ്ക്കൊന്നും പോകാറില്ല. ഇനി ഞാൻ സുധീഷ് പോകും, അവൻ വന്ന് കഥ പറയും. ഇപ്പോഴത്തെ കാലത്ത് കഥ കേൾക്കണോ, നോ മേ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് പറയും. അപ്പോൾ അതൊക്കെ കേട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിച്ചൊക്കെ ഇരിക്കുള്ളൂ. മിക്കതും നമ്മുടെ സുഭാഷിനെ അപമാനിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു ആ പെണ്ണിൻ്റെ സംസാരങ്ങളൊക്കെ. അതിനുശേഷം അവർ എഴുന്നേറ്റ് ഇവരെടുത്തേക്ക് വരും. എന്ന് പറയും, നിധിനോട് പറയും, ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട് അറിയിക്കാട്ടോ പറയും. ആ ശരി അത് മതി എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ സുഭാഷ് ഈ കുട്ടിയുടെ ആരാണ് ഈ പയ്യെന്ന് ചോദിച്ചപ്പോൾ ബെസ്റ്റി എന്ന് പറയും. ഓ ഫ്രണ്ട് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ടൊന്നല്ല, എൻ്റെ ബെസ്റ്റി എന്ന് പറയുന്നുണ്ട്. ശേഷം അവരെല്ലാവരും കൂടെ കാറിൽ കയറി വീട്ടിലേക്ക് പോകാൻ പോണ്. അപ്പോൾ കാറിലിരുന്ന് തന്നെ അവർ പറയുന്നത്, എനിക്ക് ആ ഫ്രണ്ടിൻ്റെ ബ്രദറാണോ എന്നൊന്നും മനസ്സിലാവില്ലല്ലോ, രീതി ശരിയായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ നികേഷ് പറയും. അതന്നെ, അത് ആരെന്ന് പറഞ്ഞ ചേട്ടാന്ന് സുധീഷ് ചോദിക്കും. പറയും, എടാ അത് ആരെന്ന് എന്നോട് പറഞ്ഞ്, ഒരു പേര് പറഞ്ഞ് ഞാൻ മറന്നു. ആ ബെസ്റ്റി എന്ന് പറഞ്ഞ്. ബെസ്റ്റിയോ എന്ന് ചോദിച്ചാൽ ആകെ ഞെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതോടെ തന്നെ നിധി തീരുമാനം എടുത്തു, ഇതെന്തായാലും വേണ്ട, നമ്മുടെ സുഭാഷ് ചേട്ടനെ പറ്റിയ പെണ്ണല്ലാന്ന് തീരുമാനിച്ചു. പിന്നെ രാത്രി സുധീഷും നമ്മുടെ നിധിയും കൂടി സംസാരിച്ച് നിൽക്കുന്ന കാറിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമുക്ക് ആരറിയാണ്ട് സുനന്ദരെ സുഭാഷേൻ്റെ വിവാഹം നടത്തിയാലോ എന്ന് ചോദിക്കുന്നത്. എടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തുറന്നു പറയാൻ പോലും ധൈര്യമില്ലാത്ത അവരെ കല്യാണം നമ്മൾ എങ്ങനെ നടത്തുമെന്ന് ചോദിക്കും. അതൊക്കെ നടത്താം, ഞാൻ എങ്ങനെയെങ്കിലും സുനന്ദനെ അമ്പലത്തിലേക്ക് കൊണ്ടുവരാം, അവിടെ വെച്ച് നമുക്ക് കല്യാണം നടത്താമെന്ന് പറയും. എന്നാൽ ശരി, താനിപ്പോൾ തീരുമാനിക്കുന്ന പോലെ എന്നെ നടത്താമെന്ന് പറയുന്നത്. അങ്ങനെ നിധി സുനന്ദനായിട്ട് സംസാരിക്കുന്നത്. ആ സുനന്ദ പറയുന്നുണ്ട്, ഞാൻ എന്തിനും തയ്യാറാണ്, എനിക്ക് സുഭാഷേട്ടൻ ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയും. എന്നാൽ അമ്പലത്തിലേക്ക് വരാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സുനന്ദ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. എന്തായാലും നമ്മുടെ സുഭാഷേട്ടനെ ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. അങ്ങനെ നിധിയും സുധീഷും മറ്റുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ട് ഭാസ്കരനെ അറിയാണ്ടാണ് നമ്മുടെ സുനന്ദരെയും സുഭാഷേട്ടൻ്റെയും വിവാഹങ്ങൾ നടത്താൻ തീരുമാനിക്കുകയല്ല. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ സുനന്ദ സുഭാഷ് വിവാഹം ഉണ്ട്. അത് നിധി മുൻകൈയെടുത്ത് നടത്താനാണ്. അതിനുശേഷം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.